കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഇന്നലെ അവതരിപ്പിച്ച ധവളപത്രം ഇന്ന് ലോക്സഭ ചർച്ച ചെയ്യും. റൂൾ 342 അനുസരിച്ചാണ് ചർച്ച. UPA ഭരണവും NDA ഭരണവും താരതമ്യം ചെയ്താണ് 59 പേജുള്ള ധവളപത്രം തയ്യാറാക്കിയിരിക്കുന്നത്. ആർ രാധാകൃഷ്ണൻ ഇതിൻ്റെ മറ്റു വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നും നമുക്കൊപ്പം ചേരുകയാണ്. രാധാകൃഷ്ണൻ, ഗുഡ് മോർണിംഗ്. രാധാകൃഷ്ണൻ, ഈ വൈറ്റ് പേപ്പർ പബ്ലിഷ് ചെയ്യുന്നതിലൂടെ കേന്ദ്ര സർക്കാർ എന്താണ് ലക്ഷ്യം വയ്ക്കുന്നത്? തെരഞ്ഞെടുപ്പാണോ അതോ കോൺഗ്രസിൻ്റെ വായടയ്ക്കാൻ, അല്ല, നമ്മുടെ സർക്കാരിൻ്റെ വായടയ്ക്കാനുള്ള പരിപാടിയാണോ? ഇതിൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് തന്നെ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. ഈ സർക്കാരിൻ്റെ ഒരു വിലയിരുത്തലുണ്ട്. സർക്കാർ പറയുന്ന അവരുടെ ഒരു വിലയിരുത്തൽ അനുസരിച്ചുകൊണ്ട് മറ്റ് മേഖലകൾ എല്ലാം അവരെ സംബന്ധിച്ച് ഏറ്റവും കോൺഗ്രസ് പറഞ്ഞ എല്ലാ വാദങ്ങളെയും ഖണ്ഡിക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. പക്ഷേ ഈ സാമ്പത്തിക സ്ഥിതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ, അത് നമ്മുടെ രാജ്യത്തെ ഈ തൊഴിൽ ലഭ്യതയുടെ കുറവ് ഉൾപ്പെടെയുള്ള വിഷയങ്ങളുടെ കാര്യത്തിലൊക്കെ നിൽക്കുമ്പോൾ ഈ സാമ്പത്തികമായിട്ടുള്ള കാര്യത്തിൽ അത്ര ഗുണപരമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയോ എന്ന സംശയം ഇപ്പോഴും ജനങ്ങൾക്കിടയിൽ ഉണ്ട് എന്നാണ് സർക്കാർ, ആ ഒരു സംശയമുണ്ടെന്നാണ് സർക്കാർ കരുതുന്നത്. അത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് കഴിഞ്ഞ നാളുകളിൽ ഇപ്പോൾ ഇന്ത്യ മൂന്നാമത്തെ വലിയ സമ്പദ്ഘടനയായിട്ട് മാറാൻ പോകുമെന്നുള്ള പ്രചരണമൊക്കെ നടക്കുകയൊക്കെ ചെയ്യുന്നുള്ളത്. ഇതിന് ഈ പ്രചരണത്തിന് കൂടുതൽ വേഗത നൽകുക, അഥവാ രാജ്യത്ത് നടക്കുന്ന സാമ്പത്തിക പരിഷ്കരണ നടപടികളൊക്കെ ഈ രാജ്യത്തിൻ്റെ ക്ഷേമം ഉറപ്പാക്കുന്ന വിധത്തിലാണ് എന്ന് സ്ഥാപിക്കുക, ഇതാണ് ഈ ധവളപത്രം കൊണ്ട് ലക്ഷ്യമിടുന്നത്. അതിന് രണ്ട് കാലത്തെയും സാഹചര്യങ്ങൾ വിവരിക്കുകയാണ് ഈ സർക്കാർ ചെയ്തിരിക്കുന്നത്. സർക്കാർ UPA കാലത്ത് നടന്ന അഴിമതികളെ സംബന്ധിച്ചും പണം വിനിയോഗിച്ച രീതികളെ സംബന്ധിച്ചും ₹1 ചെലവാക്കുമ്പോൾ ഏതാണ്ട് 40 പൈസയോളം അതിൻ്റെ ഗുണഭോക്താക്കൾക്ക് ലഭിക്കാത്ത ഒരു സാഹചര്യമുണ്ട് എന്നതിനെക്കുറിച്ചും ഒക്കെയാണ് സർക്കാർ ഈ ധവളപത്രത്തിലൂടെ വിശദീകരിച്ചിരിക്കുന്നത്. എന്നാൽ NDA ഭരണത്തിൽ വന്നതോടുകൂടി ഈ ₹1 വിനിയോഗിക്കുമ്പോൾ അതിൽ ഏതാണ്ട് 98 പൈസയോളം അതിൻ്റെ ഗുണഭോക്താക്കൾക്ക് ലഭിക്കുന്നു എന്ന വിധത്തിലാണ് ഈ സ്ഥിതിവിവര കണക്ക് ഉള്ളത്. അപ്പോൾ കെടുകാര്യസ്ഥതയുടെ കാര്യത്തിൽ, ധനവിനിയോഗത്തിൻ്റെ കാര്യത്തിൽ, അഴിമതിയുടെ കാര്യത്തിൽ UPA റെക്കോർഡാണ് ഉണ്ടായിരുന്നത്. അത് അവർ ചില ഈ 2Gയുടെ കാര്യമടക്കം പറയുന്നുണ്ട്, പ്രതിരോധ രംഗത്തെ കാര്യങ്ങളൊക്കെ വിവരിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു സാഹചര്യമാണ് ഈ ധവളപത്രത്തിലൂടെ ലക്ഷ്യമിടുന്നത്. ധവളപത്രം പറയുന്നത് NDA സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഏതെങ്കിലും വിധത്തിലുള്ള ഒരു ക്രമക്കേടുകൾക്ക് കാര്യങ്ങൾ പോയിട്ടില്ല, എല്ലാം ഓൺലൈനായിട്ടാണ്. ഈ ഏതെങ്കിലും ഒരു തുക സർക്കാർ നൽകേണ്ട തുകയാണെങ്കിൽ പോലും അത് ഇന്ത്യയിലാണെങ്കിലും ശരി പുറത്താണെങ്കിലും ശരി അത് ഓൺലൈൻ മാർഗത്തിൽ മാത്രമേ ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് ഏതെങ്കിലും വിധത്തിലുള്ള ഒരു ക്രമക്കേടുകൾക്കുള്ള സാധ്യത പൂർണ്ണമായിട്ടും അടച്ചുകൊണ്ടാണ് തങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്ന് സ്ഥാപിക്കുകയാണ്. ഇതുവഴി ഈ സർക്കാരിൻ്റെ ഭരണം, കാര്യക്ഷമത, ഇതൊക്കെ സ്ഥാപിക്കാനായിട്ടാണ് ഇപ്പോൾ ശ്രമം നടക്കുന്നത്. ഏതായാലും വലിയ വാഗ്വാദങ്ങൾക്കും വാദപ്രതിവാദങ്ങൾക്കും ഇന്ന് ലോക്സഭയിൽ ഇത് കാരണമാകും. റൂൾ 342 നേരത്തെ സൂചിപ്പിച്ചതുപോലെ 342 അനുസരിച്ചിട്ടുള്ള ചർച്ചയാണ് ലോക്സഭയിൽ നടക്കാനായിട്ട് പോകുന്നത്. സർക്കാരിനെ സംബന്ധിച്ച് അവരുടെ ഒരു വജ്രായുധമായിട്ട് ഈ ധവളപത്രം അവരടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കാൻ പോവുകയാണ്. ഇത് മാർച്ച് 2ാം വാരത്തിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് ഒരു വിളിപ്പാടകലെ നിൽക്കുമ്പോൾ ഈ അസ്ത്രം വഴി കോൺഗ്രസിനെ അഴിമതിയുടെ പ്രതീകമായിട്ട് ചിത്രീകരിക്കുക, ഇതാണ് ഇപ്പോൾ സർക്കാർ ലക്ഷ്യമിടുന്നത്. കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്ന് വളരെ ശക്തമായിട്ടുള്ള മറുപടി ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകും. റഫാൽ അടക്കമുള്ള വിഷയങ്ങൾ വീണ്ടും അവർ ഇന്ന് ഉന്നയിക്കും എന്നുള്ളതാണ് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ രാധാകൃഷ്ണൻ, നമ്മുടെ പ്രസാദ് നെന്മാറ എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു സ്ഥിരം കക്ഷിയുണ്ട്. അദ്ദേഹം പറയുന്നത് പിണറായി വിജയൻ്റെ മാസപ്പടിക്കാരനാണ് ആർ രാധാകൃഷ്ണൻ. ഇങ്ങനെയുണ്ട് കാര്യങ്ങൾ. അങ്ങനെ പലതും കേൾക്കേണ്ടി വരും രാധാകൃഷ്ണൻ മാധ്യമപ്രവർത്തനായാലും. ഓക്കെ, താങ്ക് യു.